Okay, page number 172, satellites. Listen, communication is also takes place through satellites. They have made communication easier and faster. For example, satellites help to watch a cricket match being played in another country. Satellites pick up television signals from one part of the world and send them to other parts of the world. The satellites എന്ന് പറഞ്ഞാലേ ഉപഗ്രഹങ്ങൾ അല്ലേ? സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ. എന്താ നമുക്ക് സാറ്റലൈറ്റ്സിനെ കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാ? എന്തിനാ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യാ? അതാണ് പറഞ്ഞത് എന്താ? കമ്മ്യൂണിക്കേഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ത്രൂ സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് other countries or communicate with the television etc. അല്ലേ? നമുക്ക് പറ്റില്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞെന്താ, നമുക്ക് സാറ്റലൈറ്റ്സ് വഴിയും കമ്മ്യൂണിക്കേഷൻ നടത്താം. വി ഓൾസോ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അല്ലെങ്കിൽ ത്രൂ സാറ്റലൈറ്റ്സ്. They have made communication easier and faster. For example, satellites helped to watch a cricket match being played in another country. നമുക്ക് അറിയാം മറ്റുള്ള കൺട്രീസിൽ നടക്കുന്ന ക്രിക്കറ്റ് മാച്ച് ഒക്കെ നമുക്ക് തത്സമയം കാണാൻ പറ്റും ഇല്ലേ? രാത്രി വരെയൊക്കെ ക്രിക്കറ്റ് മാച്ച് കാണാനിരിക്കാറുണ്ടോ? ക്രിക്കറ്റ് മാച്ച്, ഒരു കൺട്രിയിൽ നടക്കുന്ന ക്രിക്കറ്റ് മാച്ച് ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്തുകൊണ്ടാ? സാറ്റലൈറ്റ്സ് ആണ് ഇതിന്റെ സിഗ്നൽസ് ഒക്കെ പിടിക്കുന്നത് അല്ലെ? അപ്പൊ സാറ്റലൈറ്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. Satellites pick up television signals from one part of the world and send them to other parts of the world. The satellites എന്താ ചെയ്യുന്നത്? Satellites pick up the television signals. Television signals പിടിച്ചെടുക്കുന്നു from one part of the world. ലോകത്തിന്റെ ഒരു ഭാഗത്തുള്ള കാര്യങ്ങള് സിഗ്നൽസ് പിടിച്ചെടുത്ത് മറ്റുള്ള ഭാഗത്തേക്കും കൂടെ സെൻഡ് ചെയ്യുന്നു അല്ലെ? ഇപ്പൊ കാലാവസ്ഥയൊക്കെ പറയുന്നില്ലേ? അല്ല മക്കളെ, കാലാവസ്ഥ ഇന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് നടക്കുന്നത് സാറ്റലൈറ്റ്സ് വഴിയാണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ഓൾസോ ടേക്സ് പ്ലേസ് ത്രൂ സാറ്റലൈറ്റ്സ്. വി ക്യാൻ വാച്ച് ദ ക്രിക്കറ്റ് മാച്ച് അല്ലെ? വി ക്യാൻ വാച്ച് ദ ക്രിക്കറ്റ് മാച്ച്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെന്താ ചെയ്യാൻ പറ്റുക? സാറ്റലൈറ്റ്സ് വഴി കാലാവസ്ഥാ പ്രവചനം ഇതൊക്കെ നടക്കുന്നില്ലേ? ഇതൊക്കെ നടക്കുന്നത് സാറ്റലൈറ്റ്സിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടേഴ്സ്. Today, the computer has become an important means of communication. The internet and electronic mail are two means of communication that work through a computer. Modem, which picks up signals through the internet services, and email works in many ways. It can be connected through telephone lines, cable, as well as satellites. The internet can also be used to get weather reports and the latest information from all over the world. You can even play games on the internet. The internet ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് നടക്കുന്നത്? ഇപ്പൊ കൊറോണയാണ്, സ്കൂളൊക്കെ അവധിയാ അല്ലെ? ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അല്ലെ? ആദ്യത്തെ ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടല്ലേ? ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ മിസ്സിനെ ഇങ്ങനെ കണ്ട് ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേറെന്താ ഇന്റർനെറ്റ് കൊണ്ട് ഗുണം? നമുക്ക് ഗെയിം കളിക്കാം അല്ലെ? വി ക്യാൻ പ്ലേ ഗെയിം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. പിന്നെ വി ക്യാൻ ഫൈൻഡ് നോളജ്, പലതരത്തിലുള്ള വി ക്യാൻ ഫൈൻഡ് ഇൻഫോർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഗൂഗിളിൽ പോകും, ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കാര്യം കിട്ടി. ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ? ഇപ്പൊ ഫോണിലാണ് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുക. നോക്ക്, കമ്പ്യൂട്ടറിലും ഉണ്ടാവും. Today, the computer has become an important means of communication. The internet and electronic mail are two means of communication that work through computer. കമ്പ്യൂട്ടറിലൂടെ ചെയ്യാൻ പറ്റുന്ന രണ്ട് means of communication ആണ് ഇത്, ഇന്റർനെറ്റ് ആൻഡ് ഇലക്ട്രോണിക് മെയിൽ. ഇലക്ട്രോണിക് മെയിൽ മീൻസ് ഇമെയിൽ അല്ലെ? ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അതുപോലെ ഗെയിം കളിക്കാം, പല പല ഇൻഫോർമേഷൻ റിസീവ് ചെയ്യാം, മെസ്സേജ് സെൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റ് വഴി നടക്കും. ഇനി എന്താ ഇമെയിൽ എന്ന് പറഞ്ഞാല്? ഇമെയിൽ വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അറിയില്ലേ? നമുക്കൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് പോലെ ആ മെയിലിലേക്ക് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് ആൻഡ് ഇലക്ട്രോണിക് മെയിൽ ആർ ദ ടു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് വർക്ക് ത്രൂ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലൂടെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതൊക്കെ? ഇന്റർനെറ്റ് ആൻഡ് ഇലക്ട്രോണിക് മെയിൽ, ദാറ്റ് ഈസ് ഇമെയിൽ.
കിട്ടിയില്ലേ മക്കളെ? നെക്സ്റ്റ് വൺ മാസ് കമ്മ്യൂണിക്കേഷൻ. എന്താ മാസ് എന്ന് പറഞ്ഞാല്? മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ മാസ് എന്ന് പറയാം അല്ലെ? യെസ്, മാസ് കമ്മ്യൂണിക്കേഷൻ. Sometimes we need to communicate with a large number of people at the same time. For example, some important news, a major event or an entertainment program may have to reach a large number of people. We can do so through newspapers, radio or television. These are called means of mass communication. They are so called as they help to communicate with a large number of people at the same time. എന്താ അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോറി, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയത്തില് കുറെ ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ന്യൂസ് പേപ്പർ എന്ത് ചെയ്യും? ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്താൽ കുറെ ആൾക്കാരില്ലേ അത് വായിക്കുക അല്ലേ മക്കളെ? ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത എനിക്ക് മാത്രം ന്യൂസ് പേപ്പർ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത എല്ലാവർക്കും ഉള്ളതാണ്. കുറെ ആൾക്കാരിലാണ് ഇൻഫോർമേഷൻ എത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ കുറെ ആൾക്കാരിൽ ഇൻഫോർമേഷൻ എത്തിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. Sometimes we need to communicate with a large number of people at the same time. ചില സമയത്ത് നമുക്ക് എന്ത് വേണം? കുറെ ആൾക്കാരുമായിട്ട് ഒരു സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഫോർ എക്സാമ്പിൾ, some important news, a major event or an entertainment program may have to reach a large number of people. ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം, ഇതൊക്കെ നമുക്ക് കുറെ ആൾക്കാരിൽ ഒരു സമയം എത്തിക്കണമെങ്കിൽ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെലിവിഷൻ അല്ലെ? ടെലിവിഷനിൽ ന്യൂസ് കൊടുത്തു കഴിഞ്ഞാല് ഒരേ സമയം കുറെ ആൾക്കാർക്ക് ആ വാർത്ത അറിയാൻ കഴിയും. അതുപോലെ പേപ്പറിൽ ന്യൂസ് കൊടുത്തു കഴിഞ്ഞാല് ഒരേ സമയം കുറെ ആൾക്കാർക്ക് ആ ന്യൂസ് അറിയാൻ കഴിയും അല്ലെ? റേഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ റേഡിയോയിലും ഒരേ സമയം തന്നെ പല ആൾക്കാർക്ക് ഇതറിയാൻ കഴിയും. അപ്പൊ ഒരേ സമയത്ത് കുറെ ആൾക്കാരിൽ വാർത്തകൾ എത്തിക്കുന്നതിനെയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറ. Sometimes we need communicate with a large number of people at the same time. We can do so through newspapers, radio or television. These are called mass communication. ഒരേ സമയത്ത് കുറെ ആൾക്കാരിലെ വാർത്തകൾ അല്ലെ ന്യൂസ് ഇൻഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ. A newspaper can take news or messages to any part of the world. A broadcast on radio or a telecast on television can reach all over the world instantly. We can listen to or watch educational and other programs on radio and television. The television is a very popular means of mass communication in our country. എന്താ പറഞ്ഞത്? ന്യൂസ് പേപ്പർ. അതാണ് മിസ് പറഞ്ഞെന്താണ്? ന്യൂസ് പേപ്പർ രാവിലെ ആകുമ്പോൾ എല്ലാ വീടുകളിലും എത്തിക്കും അല്ലെ? ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ ന്യൂസിലൂടെ ആ ഒരു ന്യൂസ് പേപ്പർ വഴി കുറെ ആൾക്കാർക്കാണ് ഇൻഫർമേഷൻ കിട്ടുക, കുറെ ആൾക്കാർക്കാണ് ന്യൂസ് കിട്ടുക അല്ലെ? അപ്പൊ വാർത്ത കുറെ ആളിലെത്തി. അതുപോലെ റേഡിയോ രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാല് ആ റേഡിയോയിലുള്ള വാർത്ത ഒരേ സമയം കുറെ ആൾക്കാരിലെത്തി അല്ലെ? അപ്പൊ ഒരേ സമയം കുറെ ആൾക്കാരിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി ന്യൂസ് പേപ്പർ can take news or messages to any part of the world. ന്യൂസ് പേപ്പറിന് എന്ത് പറ്റും? എന്ത് സാധിക്കും ന്യൂസ് പേപ്പറിനെ? ഒരു സ്ഥലത്തുള്ള ഒരു രാജ്യത്തുള്ള ന്യൂസ് മറ്റുള്ള രാജ്യത്തേക്ക് എത്തിക്കാൻ കഴിയും അല്ലെ? A newspaper can take news or messages to any part of the world. A broadcast on radio or telecast on television can reach all over the world instantly. അതുപോലെ റേഡിയോയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ടിവിയുടെ ടെലികാസ്റ്റിംഗ് ഇത് വഴിയും നമുക്ക് ഒരേ സമയം പല ജനങ്ങളിൽ വാർത്തകൾ എത്തിക്കാൻ കഴിയും അല്ലെ? ഇല്ലേ? ട്യൂഷനെ പറ്റില്ലേ? ടിവിയിൽ എന്തിനാ കൊടുക്കുന്നത്? വാർത്തകൾ കൊടുക്കുന്നത് കുറെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി അല്ലെ? ഒരേ സമയം അധികം ആൾക്കാരിൽ വാർത്തകൾ എത്തിക്കുന്നതിനാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. മനസ്സിലായോ? ഇത്രയും ഈ ലെസൺ ഒന്നുകൂടെ മിസ് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവരും ഒക്കെ ശ്രദ്ധിക്കാം. മിസ് ഒന്നുകൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു. എന്താ കമ്മ്യൂണിക്കേഷൻ? We send our messages അല്ലെ? We send messages to our friends and relatives. This process of sending and receiving messages are called communication. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനും കസിൻസിനും റിലേറ്റീവ്സിനും ഒക്കെ മെസ്സേജ് പാസ് ചെയ്യും, തിരിച്ച് മെസ്സേജ് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു
ആ ഒരു ഇതിന് പറയുന്ന ആ സെൻഡിങ്ങിനും റിസീവിങ്ങിനും പറയുന്ന പേരാണ് ഇത് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം the process of sending and receiving messages is called communication. പിന്നെന്താ നമ്മൾ അതിൽ കുറെ പറഞ്ഞു, അതിൽ 3-4 സർവീസ് പറഞ്ഞു. ഏതൊക്കെയാ? പോസ്റ്റൽ സർവീസ്. പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് അല്ലെ, പോസ്റ്റ് ഓഫീസ് സേവനങ്ങള്. അതാണ് നമ്മൾ പറഞ്ഞത് കത്തയക്ക, അതുപോലെ കൊറിയർ അയക്ക. ഇതൊക്കെ ഏതിന്റെ സഹായത്തോടെ നടക്കാം? പോസ്റ്റൽ സർവീസ് ആണ്. പിന്നെ രണ്ടാമത്തത് ടെലഫോൺ സർവീസ്, മൊബൈൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുക. പിന്നെ സാറ്റലൈറ്റ്സ്, അതാണ് നമ്മൾ പറഞ്ഞ TV പ്രോഗ്രാം ഒക്കെ, ടിവിയിലെ ന്യൂസ് ഒക്കെ സാറ്റലൈറ്റ്സിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇമെയിൽ നടക്കും, അതുപോലെ ഇന്റർനെറ്റും. നമ്മുടെ ക്ലാസ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. പിന്നെ ഇമെയിൽ അയക്കാൻ പറ്റും, അത് നമ്മൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മുടെ ടോഷിന്റെ ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോഷിന്റെ ഇമെയിൽ ID നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം, നമുക്ക് അതിൽ മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലേ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇമെയിൽ ID കണ്ടിട്ടുണ്ടോ? toshintitus@gmail.com അങ്ങനെയൊക്കെ @gmail.com കണ്ടിട്ടില്ലേ? ആരാധ്യ@gmail.com അല്ലെ, riluabid@gmail.com. അങ്ങനെ നമ്മൾ എന്താണോ നമ്മുടെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്താൽ ആ ഇമെയിൽ വഴി നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ പറ്റും, അതുപോലെ ഫോട്ടോസ് കൈമാറാൻ പറ്റും. ഇതൊക്കെ നടക്കും. അപ്പൊ ഇമെയിലും ഇന്റർനെറ്റും ഏതിന്റെ ഭാഗമാണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ്. ഓക്കെ, ആദ്യത്തിന് ഇമെയിൽ ID ഉണ്ടോ? ആദിത്യ KV. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂസ് പേപ്പറും റേഡിയോയും ടെലിവിഷനും അല്ലെ. ന്യൂസ് പേപ്പർ, റേഡിയോ ആൻഡ് ടെലിവിഷൻ ആർ ദ അനദർ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ. ഏതൊക്കെയാ അതില്? ന്യൂസ് പേപ്പറിൽ ഒരു വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് കുറെ ആൾക്കാർക്ക്, ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ സമയം ന്യൂസ് എത്തിക്കാൻ കഴിയും. അതുപോലെ ടെലിവിഷനും റേഡിയോയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു പിൻകോഡിന്റെ ഫുൾ ഫോം എന്താ? പിന്നിന്റെ ഫുൾ ഫോം എന്താ? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പിന്നെ ഇത് ഒന്നിന്റെയും കൂടെ പഠിച്ചല്ലോ, SMS. എന്ന് പറഞ്ഞാ പറ. ഷോർട്ട് മെസ്സേജ് സർവീസ്, ദാറ്റ് ഈസ് SMS. പിൻ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. കിട്ടിയില്ലേ മക്കളെ? ഓക്കെ, ആരാ ഈ ലെസൺ ഒന്ന് ഒച്ചത്തിൽ വായിക്കുക? ഹു വിൽ റീഡ് ദ ലെസൺ ലൗഡ്ലി? ആരോണേ, പ്ലീസ് റീഡ് ലൗഡ്ലി. അൺമ്യൂട്ട് ചെയ്തേ മോനെ, ഓക്കെ. We send messages to our friends and relatives. Our friends and relatives. The process of sending and receiving messages is called communication. There are many ways by which we can communicate with people living in other places. Long ago, it was difficult to communicate with someone far away. Okay, please stop there, Mone. Please stop. Next one. Rilu Abid. Rilu, ബാക്കി വായിച്ചേ മോളെ.
Unmute it. Okay. Since there were no buses or trains, pigeons were used to send a message from one place to another. Sometimes men were sent on foot or on animals to deliver messages. This means took a long time. Now Took a long time. Now there are many fast and easy means of communication. Okay. ഇതിലെന്താ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കുറെ നാള് മുമ്പ് വരെ എന്തുണ്ടായിരുന്നില്ല, ബസ്സും ട്രെയിനും അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാ മെസ്സേജ് കൈമാറിയിരുന്നത്? ഫോണും ബസ്സും അങ്ങനെയുള്ള ട്രെയിനോ അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാ മെസ്സേജസ് കൈമാറിയിരുന്നത്? പീജിയൻസ് വഴി അല്ലെ, പ്രാവുകളുടെ കയ്യില് മെസ്സേജ് എഴുതി കൊടുത്തുവിടും. മെസ്സേജ് ആ പേപ്പറും കൊത്തി പ്രാവ് പോയി പറയുന്നിടത്ത് എത്തിക്കും. അത് പ്രാവിനെന്താ ഒരുപാട് ട്രെയിൻ ചെയ്യിക്കണം അല്ലെ. അങ്ങനെ ട്രെയിൻ ചെയ്യിച്ച പ്രാവുകളുടെ കയ്യിലാണിത് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് അല്ലെ. യെസ്. അജിസലെ മോനെ ഒന്ന് വായിച്ചേ. നെക്സ്റ്റ് വൺ അജിസൽ. ടീച്ചർ എവിടെ നോട്ടാ? പോസ്റ്റൽ സർവീസ്. Letter is not popular means of communication.